കാസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിച്ചത് അല്ല, എന്തുകൊണ്ടോ അത് സംഭവിച്ചതെന്ന് പറയാം. അതായത് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു ഇപ്പം ജോസേട്ടൻ്റെയും സുരാജേട്ടൻ്റെയും മലഞ്ചേട്ടൻ്റെയും ഒക്കെ മുഖം മനസ്സിലേക്ക് വന്നത്. അപ്പം ആ സമയത്ത് ഇവരാരും എനിക്കറിയില്ല, എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഇവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നു, ഇവരുടെ അടുത്ത് കഥ പറയാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു റൈറ്റേഴ്സ് ഫ്രീഡം, നമ്മളൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ, രസമുള്ള സാധനമാണെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം പുലിമേടയുടെ സെറ്റിലൊക്കെ ജോയിച്ചേട്ടൻ പറഞ്ഞ പോലെ ജോയിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. അപ്പം ഇപ്പം പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അന്നും പറഞ്ഞത്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി. അങ്ങനെ അതിനുശേഷം സുരാജേട്ടൻ്റെ അടുത്തേക്കും ചേട്ടൻ്റെ അടുത്തേക്കൊക്കെ എത്തി, ഇവരെല്ലാവരും അടുത്തേക്ക് എത്തി. നാരായണീൻ്റെ 3 ആൺമക്കളാണല്ലോ. ഈ ടൈറ്റിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു റീസൺ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു. എഴുതുന്ന സമയത്ത് ഈ ടൈറ്റിൽ അല്ലായിരുന്നു, ഇവരുടെ അടുത്തൊന്നും കഥ പറയുമ്പം ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ ഒരു 1 മന്ത് മുന്നെയാണ് ഓക്കെ, ഒരു ദിവസം രാത്രി എപ്പോഴായിരുന്നു ഇത് ആലോചിച്ചത്. പക്ഷെ വൻസ് ഇത് നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തിയപ്പം എനിക്ക് ഓക്കെ, ഇതാണ് ഈ സിനിമ എന്നുള്ളൊരു ഒരു ഫീല് വന്നിരുന്നു. അതുപോലെ തന്നെ അതിൽ പേരിലൊരു നാട്ടുഭാഷയുടെ ഒരു ഇതുണ്ടല്ലോ, നാരായണീൻ്റെ എന്നൊക്കെ പറയും. അപ്പം ആ ഒരു പടത്തിനും ആ ഒരു ഫീലുണ്ട്. ലീഡാണോ അങ്ങനെ ഉദ്ദേശിച്ചാണ് പടം കാണും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ശൈലജയോടാണ് സീരിയലില് ഏറ്റവും അറിയാലോ, സീരിയലില് മെയിൻ താരമായിരുന്നു. അപ്പം സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് വന്നപ്പോൾ ഒരുപാട് സിനിമകളിപ്പോൾ ചെയ്തു. എങ്ങനെയാണ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഈ സിനിമയില്? ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത്. ഓക്കെ, സീരിയലാണ് പക്ഷേ കൂടുതലും ഹൈപ്പ് കിട്ടിയത്. ഏഷ്യനെറ്റിലെ കുങ്കുമപ്പൂവാണ് റീച്ച് ചെയ്തത്. സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്കേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത വർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന വർക്ക്സ് ആയിരുന്നു. അപ്പം വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രാഫ്റ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. മാം, അതിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പം കഴിഞ്ഞിടയിലുണ്ടായൊരു വിവാദം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം സീരിയലുകൾ പ്രേക്ഷകർക്ക് നൽകുന്നൊരു നെഗറ്റീവ് മെസ്സേജസ് ആണ് സീരിയലുകൾ നൽകുന്നത് എന്നൊരു ഇതുണ്ടായിരുന്നു. മാം അതുപോലെ ഇൻഡസ്ട്രിയിലാണെന്ന്, കാരണം കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീരിയലുകളാണ്. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് കാണുകയും അടുത്ത് വരികയും സെൽഫിയൊക്കെ എടുക്കുകയും ആ കഥാപാത്രമായി തന്നെ പേര് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് റിസൾട്ട്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സീരിയലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിവിഷനിൽ കാണിക്കുന്ന പരമ്പരകൾ നെഗറ്റീവ് മെസ്സേജസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത, ശരി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കുങ്കുമപ്പൂ എന്തോ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്ന് അന്ന് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഹിറ്റ് ആയതും. ആ സമയത്ത് തന്നെ ഇതുപോലെ വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, ടൈം റേറ്റിംഗ് നോക്കി ചെയ്യുക. ബേസിക്കലി കുടുംബ പ്രേക്ഷകർ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, എസ്പെഷ്യലി അമ്മൂമ്മമാരൊക്കെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടുംബമായിട്ട് വന്ന് ടി വിക്ക് മുന്നിൽ ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് സീരിയലിന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടും ചുറ്റുപാടിൽ നടക്കുന്ന കഥകളുടെ ഒരു ലോങ് ഫോർമാറ്റാണ്, ഷോർട്ട് ഫോർമാറ്റാണ് സിനിമ. അതിനൊരു ലോങ് ഫോർമാറ്റാണ്. അതിന് ആ രീതിക്ക് റിയാലിറ്റിയോട് ഒത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എടുക്കാത്തതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതിനോട് എനിക്ക് വിയോജിപ്പാണ്. ചോദിച്ചേട്ടാ,